നമസ്കാരം. നമ്മൾ ഫോർത്ത് സെമസ്റ്റർ ബികോം ഓപ്പറേഷൻ്റെ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സുകൾ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളോട് ക്ഷമിക്കണം, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 2024 ജൂലൈ മാസം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് നോർമലി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഈ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഈ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ പേപ്പർ നോക്കുന്ന സമയത്ത് ഈ 1 മാർക്കിന് ചോദിക്കാൻ കഴിയുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇന്നത് ചോദിക്കും എന്ന് നമുക്കൊരു മുൻകൂട്ടി ഒരു തരത്തിലൊരു അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്കതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഞാൻ പറയാം, ആദ്യം വന്നിരിക്കുന്ന ചോദ്യം നമുക്ക് ഏറെക്കുറെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. വാട്ട് ഈസ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അല്ലേ? നമ്മുടെ പേപ്പറിൻ്റെ പേര് തന്നെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ 1 മാർക്കിൻ്റെ സെക്ഷനിലോ 2 മാർക്കിൻ്റെ സെക്ഷനിലോ വാട്ട് ഈസ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നൊരു ചോദ്യം ചോദിക്കാവുന്നതേ ഉള്ളൂ എപ്പോഴും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ്സിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നൊക്കെ, അല്ലേ? അതേപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഡു യു മീൻ ബൈ ഡെമോക്രസി ഇൻ കോപ്പറേറ്റീവ്സ്? കോപ്പറേറ്റീവ് ഡെമോക്രസി നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ് ഡെമോക്രസി ഇൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡെമോക്രസി ഇൻ കോപ്പറേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ ജനറൽ ബോഡി മെമ്പേഴ്സിൽ നിന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് ലൈൻസിലാണ്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ജനറൽ ബോഡി മെമ്പേഴ്സിൽ നിന്ന് അവിടുത്തെ കോപ്പറേറ്റീവ് ലീഡേഴ്സിനെ, അതല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്, അല്ലേ? വാട്ട് ഈസ് സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി? അത് യഥാർത്ഥത്തിൽ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളുണ്ട്, നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളാണ്. അതിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ്സ്. അപ്പോൾ ഈ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ്സ് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളവിടെ ഈ ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് അവിടെ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ പഠിക്കുന്നുണ്ട്. അപ്പോൾ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്മാൾ സൈസ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വേഴ്സസ് ലാർജ് സൈസ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ സിംഗിൾ പർപ്പസ് വേഴ്സസ് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സിംഗിൾ പർപ്പസ് വേഴ്സസ് മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടി പർപ്പസ് വേഴ്സസ് മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, യൂണിറ്ററി വേഴ്സസ് ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഗ്രീൻ ഹൗസ് വേഴ്സസ് ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെ പലതരം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് വാട്ട് ഈസ് സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ പേര് പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാൻ കഴിയും. അതേപോലെ അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി, അല്ലേ? അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റിയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി, എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ അവിടെ ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഷെയർ ഉള്ളത്, ആ ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് അവിടെ എന്തുള്ളത്? ലയബിലിറ്റി ഉള്ളത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഏരിയയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്ററി കോഓപ്പറേറ്റീവ്സ് എന്താണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ യൂണിറ്ററി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നമ്മൾ സെൻട്രലൈസ്ഡ് സൊസൈറ്റീസ് എന്നും പറയാറുണ്ട്. സെൻട്രലൈസ്ഡ് ടൈപ്പ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സൊസൈറ്റീസ് എന്നും പറയാറുണ്ട്. എന്ന് വെച്ചാൽ എ ലാർജ് സൊസൈറ്റി ഈസ് ഫോംഡ് അറ്റ് ദ സെൻട്രൽ ലെവൽ ബൈ അഡ്മിറ്റിംഗ് ഇൻഡിവിജ്വൽസ് ആസ് മെമ്പേഴ്സ്. എന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ലെവലിൽ ഒരു വലിയ സൊസൈറ്റി, ഒരു ലാർജ് സൊസൈറ്റി ഫോം ചെയ്ത് വെക്കും. അവിടെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്താക്കി വെക്കും? മെമ്പേഴ്സാക്കി വെക്കും. ഈ ഒരു സൊസൈറ്റിക്ക് ഒരു ലാർജ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിഫറൻറ്റ് ഏരിയാസിൽ ഇതിന് ബ്രാഞ്ചസും ഉണ്ടാവും.
അപ്പം ഇതിനെയാണ്, ഇത്തരത്തിലുള്ളൊരു സൊസൈറ്റിയാണ് നമ്മളെന്ത് വിളിക്കുക, യൂണിറ്ററി ടൈപ്പ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ടൈപ്പ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രലൈസ്ഡ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഇതിനെ കൺട്രോൾ ചെയ്യാനെ കൊണ്ട് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഓർഗനൈസേഷനിൽ ഈസിയാണ്, അതേപോലെ തന്നെ ഓപ്പറേഷണലി കുറച്ചുകൂടി എന്താണ് കൺവീനിയൻ്റ് ആണ്. പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും കൺട്രോളും ഒക്കെ നമുക്ക് എന്താണ് വളരെ എളുപ്പത്തിൽ കഴിയും. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് കോസ്റ്റ് എഫക്റ്റീവുമാണ് എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഡീമെറിറ്റും പറയുന്നുണ്ട്. ഡീമെറിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ അതോറിറ്റി, കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങിക്കൂടുക എന്ന് പറയുന്നത് ഭയങ്കര തരത്തിലുള്ള എന്തുണ്ട് ഒരു ലിമിറ്റേഷനാണ്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് വാല്യൂസ് ആർ സാക്രിഫൈസ്ഡ് എന്നുകൂടി പറയുന്നുണ്ട്. നമ്മളിവിടെ പറയുമ്പോൾ എന്ത് പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് വാല്യൂസ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്നാണ് കേട്ടോ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ SCU എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്താണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ മാത്രം എഴുതുക. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ കേരള എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ആസ് പെർ സെക്ഷൻ 89 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1970. എന്ന് വെച്ചാൽ എന്താണ്, 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 89 പ്രകാരം ഗവൺമെൻറ് ഓഫ് കേരള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 മാർക്കിനാണ് ചോദ്യം എന്നായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അത്രമാത്രം എഴുതിയാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ഇഫ്കോ എന്ന് പറയാം. IFFCOയാണ് നമ്മളൊന്ന് വിളിക്കുക ഇഫ്കോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഫ്കോയുടെ ഫുൾ ഫോം നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതാൻ പറ്റണം നമുക്ക്. എന്താണ് ഇഫ്കോയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് ഇഫ്കോയുടെ എന്തെന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. അപ്പം അത് എഴുതുക. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സെൻറ്റൻസും കൂടി എഴുതിയേക്കുക. എന്താ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഈസ് വൺ ഓഫ് ദ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഈസ് ഹോളി ഓൺഡ് ബൈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ്സ്. അപ്പം ഇന്ത്യൻ കോഓപ്പറേറ്റീവ്സ് ഓൺ ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇഫ്കോ എന്ന് വേണമെങ്കിൽ എഴുതാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇഫ്കോ രജിസ്റ്റർ ചെയ്ത വർഷമൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. നവംബർ 3, 1967 ഇതൊരു മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതും കൂടി എഴുതിയാൽ കൊള്ളാം. 1 മാർക്കിന് അത്രയൊക്കെ മതിയാവും. അപ്പോൾ വാട്ട് ഈസ് ഇഫ്കോ അത് കഴിഞ്ഞു. അടുത്തതാണ് ഇതെന്ന് പറയുന്നത് വാട്ട് ഈസ് NDDB. അതെന്താണ്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇതാണ് NDDB എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഡയറി അതിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഡയറി എന്ന് പറയുമ്പോൾ എന്താണ്, പാലുൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിൽ പാലുൽപ്പന്നങ്ങളും അതേപോലെ എന്താണ് പാലുൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് 1965 നമ്മുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ NDDB കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുകൂടിയുണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദ് ആണെന്ന് കൂടി പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. NDDB എന്താണെന്ന് എഴുതുക, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, അങ്ങനെ അത് എഴുതാം. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് എഴുതാം, 1965 നമ്മുടെ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്ഥാപനമാണിത്. ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1 മാർക്കിന് പിന്നെയും ചോദിക്കാനുള്ള ഒരു ഏരിയ അവിടെ കിടപ്പുണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയും കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് എന്താണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ ഓപ്പറേഷൻ ഫ്ലഡ് വളരെ കൃത്യമായിട്ട് എടുത്തു വെച്ച് പഠിച്ചോളണം എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ളത്. ഈ ഓപ്പറേഷൻ ഫ്ലഡ് 3 ഫേസുകളായിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത് കേട്ടോ. ഓപ്പറേഷൻ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് പറഞ്ഞ് 3 രീതിയിലാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് ചെയ്തത്. വെച്ചാൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ റൂറൽ ഇൻകം
അത് ഇൻക്രീസ് ചെയ്യിക്കുക, അതേപോലെ കൺസ്യൂമേഴ്സിന് റീസണബിൾ പ്രൈസ് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ഈ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് എയിമുകൾ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നോക്കിക്കോണം കേട്ടോ. അടുത്ത ചോദ്യമാണ് 9ാമത്തെ, ക്രിഫ്കോ എന്ന് പറയാം. നമ്മൾ നേരത്തെ ഇഫ്കോ പറഞ്ഞില്ലേ, ഇഫ്കോ പറയുന്ന അതുപോലെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുന്നത് ക്രിഫ്കോ എന്ന് പറയുന്നത്. ക്രിഫ്കോ എന്ന് പറയുന്നത് എന്താണ്? കൃഷക് ഭാരതി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ ഈ ക്രിഫ്കോയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന ഈ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ ഒരു 7 മുതൽ ഇപ്പോൾ ഇഫ്കോ ചോദിച്ചു, NDDB ചോദിച്ചു, ക്രിഫ്കോ ചോദിക്കുന്നു. ഇതെല്ലാം 5th മൊഡ്യൂളിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ 5th മൊഡ്യൂൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പം കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് ക്രിഫ്കോയുടെ എന്തെന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ ക്രിഫ്കോ എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അത് എന്താണ് 2002 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഈ ക്രിഫ്കോയെ എന്ത് ചെയ്തിട്ടുള്ളത്, എന്താ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ. ഇനി ക്രിഫ്കോ എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസറിൻ്റെ മേഖലയിലാണ് ഈ ക്രിഫ്കോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. എന്നുവെച്ചാൽ യൂറിയ, അതേപോലെ അമോണിയ, അങ്ങനെയൊക്കെയുള്ള. അടുത്ത ക്വസ്റ്റ്യനാണ് 10ാമത്തെ ചോദ്യം, NCDC അല്ലേ. ഇപ്പോൾ NCDC എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കോ ഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ളതാണ്. ഇതും 5ാമത്തെ മൊഡ്യൂളിലെ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് ഇങ്ങനെ എഴുതുക, ആദ്യം അതിൻ്റെ ഫുൾ ഫോം എഴുതുക, അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് എന്ത് എഴുതുക? NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1963 ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്നെഴുതാൻ പറ്റും. അതേപോലെ ഒന്നുകിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു 1-2 ഫംഗ്ഷൻ എഴുതി വെക്കുക. എന്തൊക്കെയാണ് ഫംഗ്ഷനുമായിട്ട് പറയാൻ പറ്റുന്നത്? ഒന്ന് പ്രൊഡക്ഷൻ, പ്രോസസ്സിങ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, ഫുഡ് സ്റ്റഫ് ആൻഡ് അതർ നോട്ടിഫൈഡ് കമ്മോഡിറ്റീസ്, അത് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അതേപോലെ കളക്ടിങ് ആൻഡ് പ്രോസസ്സിങ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, എക്സ്പോർട്ട് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, അതേപോലെ ഡയറി, പൗൾട്രി ആൻഡ് ഫിഷറി സ്കീം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് അവർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അഗ്രോ പ്രോസസ്സിങ്, അഗ്രോ മാർക്കറ്റിംഗ്, അതേപോലെ ഇൻ്റഗ്രേറ്റഡ് കോ ഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ICDP, ഇവയൊക്കെയാണ് എന്താണ് NCDCയിലെ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അടുത്ത 2 മാർക്ക് സെക്ഷനാണ് വാട്ട് ഡു യു മീൻ ബൈ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോളൊക്കെ അറിയാമല്ലോ നമ്മൾ. നമ്മുടെ ഡെമോക്രസി, കോഓപ്പറേറ്റീവ് ഡെമോക്രസിയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യമാണ് എന്താണ് കോഓപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പം അതാണ് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് എഴുതുന്നത്. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ വോട്ടെടുപ്പിലൂടെ, ഡെമോക്രസിയിലൂടെ മെമ്പേഴ്സിൽ നിന്ന് നമ്മുടെ എന്താണ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക. അതുവഴി ആ സ്ഥാപനത്തിൻ്റെ എന്ത് നിയന്ത്രിക്കുക, എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുക. അങ്ങനെയൊക്കെ എഴുതിയാൽ മതിയാവും. അതേപോലെ വാട്ട് ഈസ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, എന്താ വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് സെക്ടർ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് അസോസിയേഷനാണ്. അതേപോലെ തന്നെ അവർ എന്തുണ്ട്? ഒരു ഇൻഡിപെൻഡൻസും ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ 3ാമത്തെ ചോദ്യം വാട്ട് ഡു യു മീൻ ബൈ ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ്സ് ആണല്ലേ. ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ്സ് അത് 2 മാർക്കിൻ്റെ ചോദ്യം. അത് 4ാമത്തെ മൊഡ്യൂളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, 4ാമത്തെ മൊഡ്യൂളല്ല, 2ാമത്തെ മൊഡ്യൂളാണ്. 2ാമത്തെ മൊഡ്യൂളിൽ ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഏറ്റവും അവസാനം ഒക്കെ വരുമ്പോഴാണ് ഈ ഡിസൈനർ വേഴ്സസ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നൊരു പോർഷൻ കിടക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള പ്ലാനോ പോളിസിയോ ഒന്നുമില്ല. മാറുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് അല്ലെങ്കിൽ ചേഞ്ചിങ് കണ്ടീഷൻസിനനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് പെരുമാറി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളത് എന്താണ് ബ്ലൂ പ്രിൻ്റ് അപ്രോച്ച് ഉണ്ടല്ലോ, മറ്റേ ഗ്രീൻ ഹൗസിനോടൊപ്പം വരുന്ന ആ ഒരു കോഓപ്പറേറ്റീവ്സ്. അവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ കൂട്ടി നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും.
ആ ബ്ലൂ പ്രിൻ്റ് നമ്മുടെ കയ്യിൽ ആ പോളിസി വളരെ കൃത്യമായിട്ടുണ്ട്, നമ്മളതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മാത്രം മതി, എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി എന്നാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വാട്ട് ഈസ് ഫെഡറൽ സ്ട്രക്ചർ എന്നുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ഫെഡറൽ സ്ട്രക്ചർ? ഫെഡറൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഒരു നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഉണ്ടാവും, അതിന് താഴെ കുറേ സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേഷൻസ് ഉണ്ടാവും, അതിന് താഴെ ഡിസ്ട്രിക്ട് ലെവൽ കോഓപ്പറേറ്റീവ്സ് ഉണ്ടാവും, എന്ന് വെച്ചാൽ അതിന് താഴെ വെച്ചാൽ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഉണ്ടാവും. ഈ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ അതിന് മുകളിലുള്ള ഒരു കൂട്ടം സൊസൈറ്റികൾ അംഗമായിരിക്കും. ആ അംഗങ്ങളെല്ലാം അതിനു മുകളിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ മറ്റ് സൊസൈറ്റികൾ അംഗങ്ങളായിട്ട് വരുന്നു. അപ്പം നാഷണൽ ലെവലിൽ വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് താഴെയുള്ള എല്ലാ സൊസൈറ്റികളും അതിനകത്ത് അംഗങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ വിളിക്കുക ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയാൻ കഴിയുന്നത്. അടുത്ത ഒരു ചോദ്യം ഹൂ ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിനും 15 മാർക്കിനും ഒക്കെ ചോദിക്കാൻ കഴിയുന്ന ചോദ്യമാണ്. അത് മാത്രമല്ല അത് നമ്മൾ 3rd സെമസ്റ്ററിലൊക്കെ നമ്മൾ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇവിടെ വളരെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതിക്കണം. അപ്പം ഹൂ ഈസ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഈ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. സെക്ഷൻ 3I പ്രകാരം നിയമിക്കുന്ന ആളെ നമുക്ക് എന്ത് പറയാൻ പറ്റും, രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാൻ കഴിയും എന്ന് എഴുതിയാൽ മതിയാവും. അതായത് വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ്? കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്, സഹകരണ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും അതിൻ്റെ വാല്യൂസിനെ കുറിച്ചൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയാൻ കഴിയുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ 4ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യമാണ് അടുത്തത് NCCT. എന്താണ് NCCT എന്ന് പറയുന്നത്? നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് അല്ലേ. അപ്പോൾ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് NCCT എന്ന് പറയുന്നത്. അത് 1860 എന്താണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഈ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിലെ അതിന് വേണ്ടുന്ന ഒരു പോളിസീസും പ്ലാൻസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യലാണ് എന്തെന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അടുത്ത സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇഫ്കോ നമ്മൾ ഒരു തവണ പറഞ്ഞതാണ് അല്ലേ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതിൻ്റെ ഫെർട്ടിലൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതേപോലെ ഗീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് NDDB, അത് വീണ്ടും ചോദിച്ചു, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്നുള്ളതാണ്. പിന്നെ വാട്ട് ആർ ദ മാർക്കറ്റിംഗ് ചാനൽസ് ഓഫ് ക്രിഫ്കോ എന്ന് വെച്ചാൽ ക്രിഫ്കോ ഏതെല്ലാം ചാനൽസ് വഴിയാണ് അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നബാർഡ്? അതൊരു വലിയ ചോദ്യമാണ്. നബാർഡ് എന്ന് വെച്ചാൽ നമുക്ക് 15 മാർക്കിനും അതേപോലെ തന്നെ 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ കഴിയുന്ന ചോദ്യമാണ്. ഇവിടെ അതിൻ്റെ നബാർഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. നബാർഡ് നമുക്ക് പഠിക്കാനുള്ളത് 5th മൊഡ്യൂളിലാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു വലിയ ചോദ്യമായിട്ട് തന്നെ പഠിച്ചോളണം. SIക്ക് തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടാൻ പറ്റും. ഓക്കെ, ഇനി വരുന്നത് സഹകാർ 2022 ആണ്. അപ്പോൾ സഹകാർ 22 എന്ന് വെച്ചാൽ അതൊരു സ്കീമാണ്. എന്ന് വെച്ചാൽ 2022 കൂടി കർഷകരുടെ അല്ലെങ്കിൽ കോഓപ്പറേറ്റേഴ്സിൻ്റെ ഇൻകം ഡബിളാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് എന്ന് പറയുന്നത് സഹകാർ 2022 എന്ന് പറയുന്നത്. അത്രയാകുമ്പോൾ 2 മാർക്കിൻ്റെ സെക്ഷൻ കഴിയും. ഇനിയാണ് 4 മാർക്കിൻ്റെ സെക്ഷൻ. 4 മാർക്കിൻ്റെ സെക്ഷനായിട്ട് ചോദിച്ചത് കുറച്ചുകൂടെ എളുപ്പത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് ചോദ്യം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്? ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ നേച്ചർ പഠിക്കുന്നുണ്ട്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വീണ്ടും അതേ മൊഡ്യൂളിൽ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റ് ദ പില്ലേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പില്ലറുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമല്ലോ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പില്ലറുകൾ എന്തൊക്കെയാണ്. പില്ലേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെയുണ്ട് അല്ലേ. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, പ്രെഡിക്റ്റബിലിറ്റി, അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, അത്രയും കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ എക്സ്പ്ലെയിൻ ദ മേജർ ഇഷ്യൂസ് ഓഫ് മേജർ ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്. അത് 4th മൊഡ്യൂളാണ്. മേജർ ടൈപ്പ് ഓഫ് സോഷ്യൽ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെയുണ്ട് നമ്മൾക്ക് അതിൻ്റെ സോഷ്യൽ പ്രോസസ്സുകൾ ഏതാണെന്ന്. അത് 4th മൊഡ്യൂളല്ല, ക്ഷമിക്കണം, 2ാമത്തെ മൊഡ്യൂളാണ്, 2nd മൊഡ്യൂളാണ്.
അത് പ്രധാനപ്പെട്ട സോഷ്യൽ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ, അതേപോലെ കോൺഫ്ലിക്റ്റ്, കോഓപ്പറേഷൻ, അങ്ങനെ 3 സോഷ്യൽ പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ പർപ്പസ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി. അപ്പം സിംഗിൾ പർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്, മൾട്ടി പർപ്പസ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ആദ്യം ആയിട്ട് രണ്ട് പാരഗ്രാഫ് എഴുതുക. എന്നിട്ട് ഒരു ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് പോലെ നമ്മൾ 2 കോളം വരച്ചിട്ട് സിംഗിൾ പർപ്പസിനെ കുറിച്ചും മൾട്ടി പർപ്പസിനെ കുറിച്ചുള്ള ഡിഫറൻസുകൾ എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ മാർക്ക് വീഴും. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂണിറ്ററി കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു സാധനം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ 1 മാർക്കിൻ്റെ ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്ററി കോഓപ്പറേറ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജസും കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ. ഞാൻ പറഞ്ഞല്ലോ, ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ഏത് ഏരിയയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് 1 മാർക്കിൻ്റെ ആയാലും 2 മാർക്കിൻ്റെ ആയാലും 4 മാർക്കിൻ്റെ ആയാലും 15 മാർക്കിൻ്റെ ആയാലും ചോദിക്കാം. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കാം, എന്താണ് അത്, ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ അറിയാമായിരിക്കുമല്ലോ. ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ ഏതൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ്, അതേപോലെ തന്നെ റെഗുലേറ്ററി ഫങ്ഷൻസ്. അങ്ങനെ പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ കമ്പോണൻസ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? അത് വളരെ സിമ്പിളാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് NCU, നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഇനി 31ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഫെഡ് ആണ്. നാഫെഡ് എന്ന് വെച്ചാൽ ഏത് മൊഡ്യൂളിലാണ് പഠിക്കുന്നത് അറിയാമോ? 5ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ഏരിയ ആണ്. നമ്മൾ ആ മൊഡ്യൂൾ തുറക്കുമ്പോൾ തന്നെ കാണുന്ന ആദ്യത്തെ ഏരിയയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ, നാഫെഡ്. അപ്പോൾ നാഫെഡിൻ്റെ നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നാഫെഡ് എന്തിനു വേണ്ടിയാണെന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് നാഫെഡ്? നമ്മുടെ എന്താണ്, മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. നമ്മുടെ ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ മാർക്കറ്റിങ്ങും പ്രോസസ്സിങ്ങും സ്റ്റോറേജും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേട്ടോ. നമ്മുടെ പുസ്തകത്തിൽ ഏകദേശം ഒരു 17ഓളം ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അത് നമുക്ക് എവിടെയെങ്കിലും ചോദിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ സെഷൻ കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് വെച്ചാൽ എന്താണ്, 15 മാർക്കിൻ്റെ സെക്ഷനാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ്സ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ്സിനെ നമുക്ക് ആദ്യം 2ആയിട്ട് പറയാം. ഒന്ന്, ഇഷ്യൂസ് ഇൻ ഓർഗനൈസിങ് എ കോഓപ്പറേറ്റീവ്സ് ഉണ്ട്. ഇഷ്യൂസ് ഇൻ ഓർഗനൈസിങ് എ കോഓപ്പറേറ്റീവ്സിനകത്താണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നത്, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് പറയുന്നത്. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് കൺസിഡറേഷൻ പറയുന്നത് എക്കണോമിക് കൺസിഡറേഷൻ, മാനേജീരിയൽ എഫിഷ്യൻസി, കോഓപ്പറേറ്റീവ് ക്യാരക്ടർ, അങ്ങനെയൊക്കെയാണ് കുറച്ച് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്യൂസ് ഇൻ ഓർഗനൈസിങ് എ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ആദ്യത്തെ സംഗതിയാണ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്, എക്കണോമിക് കൺസിഡറേഷൻ, മാനേജീരിയൽ എഫിഷ്യൻസി, കോഓപ്പറേറ്റീവ് ക്യാരക്ടർ. അവിടെയാണ് നമ്മൾ ഈ ഒരു സൈസ് പറയുമ്പോഴാണ് ഈ സ്മാൾ സൈസ്ഡ് സൊസൈറ്റീസ് വേഴ്സസ് ലാർജ് സൈസ്ഡ് സൊസൈറ്റി, സിംഗിൾ പർപ്പസ് സൊസൈറ്റി വേഴ്സസ് മൾട്ടി പർപ്പസ് സൊസൈറ്റി, മൾട്ടി പർപ്പസ് സൊസൈറ്റി വേഴ്സസ് മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റി, യൂണിറ്ററി സൊസൈറ്റീസ് വേഴ്സസ് ഫെഡറൽ സൊസൈറ്റി, ഡിസൈനർ വേഴ്സസ് ഗ്രീൻ ഹൗസ്. അത്രയും സൊസൈറ്റികളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മൾ എന്താണ്, ഇഷ്യൂസ് ഇൻ ഓർഗനൈസിങ് എ കോഓപ്പറേറ്റീവ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏരിയയാണ് ഇഷ്യൂസ് ഇൻ ഫൈനാൻസിങ് എ കോഓപ്പറേറ്റീവ്. അത് വേണ്ട നമുക്ക്. ഇത് നമ്മൾ ഓർഗനൈസിങ് എ കോഓപ്പറേറ്റീവ്സ് മാത്രം എഴുതിയാൽ മതി. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓഫ് കോഓപ്പറേറ്റീവ്സ്. അതും അതേ മൊഡ്യൂളിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പറയാം എന്താണ്, ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തുണ്ട്, 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറും ഉണ്ട് അതിനകത്ത്. അതേപോലെ നമ്മൾക്ക് അവിടെ എന്ത് പഠിക്കാനുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് പറയാനുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസായിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് മെമ്പർ പ്രോസ്പെരിറ്റിയാണ്, രണ്ടാമത്തെ മെമ്പർ ഗ്രോത്ത് പറയുന്നുണ്ട്, പിന്നെ പാർട്ടിസിപ്പേഷൻ പറയുന്നുണ്ട്,
സെൽഫ് റെഗുലേഷൻ പറയുന്നുണ്ട്, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൻ്റെ രീതിയിൽ പറയുന്നത്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആയിട്ട് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം: മെമ്പർ പ്രോസ്പെരിറ്റി, മെമ്പർ ഗ്രോത്ത്, പാർട്ടിസിപ്പേഷൻ, സെൽഫ് റെഗുലേഷൻ, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ എസ്സേയിൽ എഴുതാൻ പറ്റുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ നീഡ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് നമുക്ക് പഠിക്കാനുള്ള ഏരിയ ആണെങ്കിൽ പോലും, അത് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറേ ജനറലായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും കോപ്പറേറ്റീവ് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ നീഡ് എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കാം. ലാസ്റ്റ് ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ കോഓപ്പറേറ്റീവ്സ്. എന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ എന്ത് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 15 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പം നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഇത്രയും ചോദ്യങ്ങളും വന്നിട്ടുള്ളത് ഒരു എല്ലാ മൊഡ്യൂളുകളിൽ നിന്നും കുറേശ്ശെ അവർ ചോദിക്കുന്നുണ്ട്. കുറച്ചെങ്കിലും ഒരു പ്രാധാന്യം കുറഞ്ഞ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ 3ാമത്തെ മൊഡ്യൂളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് കുറച്ചെങ്കിലും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു മൊഡ്യൂളായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ ബാക്കിയുള്ള 4 മൊഡ്യൂളുകളിൽ നിന്നും വളരെ കൃത്യമായിട്ട് പപ്പാതി വീതം എടുക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ അവർ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ.